ഞാനിപ്പോൾ നിൽക്കുന്നത് കടമ്പനാടുള്ള ഐവർകാല എന്ന് പറഞ്ഞ സ്ഥലത്തെ മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ്. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി മത ചിന്തകൾക്കപ്പുറം ഈ പ്രാവശ്യം നമ്മുടെ ഓണവും നബിദിനവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒത്തൊരുമയോട് കൂടി ഓണസദ്യ നൽകി ഈ പള്ളിയുടെ ഓഡിറ്റോറിയം തൊട്ട് മുറ്റത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാ നാനാജാതി മതസ്ഥരും ഓണസദ്യ ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ജമാഅത്തിന്റെ സെക്രട്ടറിയാണ്. ഇതെൻ്റെ ജമാഅത്തിന്റെ പ്രസിഡന്റാണ് സുധീർ സാഹിബ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൺസെപ്റ്റ് ഉള്ളതാണ് ഞങ്ങളുടെ കയ്യിൽ. കഴിഞ്ഞ വർഷം നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുണ്ടക്കൈ വയനാട് ദുരന്തങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളതുമായിട്ട് മുൻപോട്ട് പോയില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മളതുകൊണ്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഒരു സമൂഹ സദ്യ എന്നുള്ളത്. നമ്മൾ വർഷങ്ങളായിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ എല്ലാ മതക്കാരെയും ജാതി മത ഭേദമന്യേ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാവരെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഐവർകാല ഹിദായത്തുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്തിന്റെ വകയായി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വർഷാവർഷങ്ങളിൽ ഇങ്ങനത്തെ സ്നേഹക്കൂട്ടായ്മയോടെ സംഘടിപ്പിക്കാറുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാ സഹോദരങ്ങളെയും, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സഹോദരങ്ങളാണ്, ഒരേ മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളാണ്, പരസ്പരം സ്നേഹം കൈമാറിയും കൊടുത്തും വാങ്ങിയൊക്കെ ജീവിക്കേണ്ടവരാണ് എന്ന ഒരാശയത്തിൻ്റെ കൂടിച്ചേർക്കലും ഒരു പുതിയ പകർന്നു കൊടുക്കലും ഒക്കെ ആയിട്ടാണ് ഈ സമൂഹ സദ്യ ഇവിടെ നടന്നു വരുന്നത്. ധാരാളം പേരുടെ സഹായങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊരു സ്നേഹത്തിൻ്റെ കൂടിച്ചേരലിന് കാരണമാകട്ടെ എന്ന് ആശംസകൾ അറിയിക്കുന്നു. മഹല്ലിലെ ഇമാം എന്ന സ്ഥിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഞങ്ങളിത് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഒരു അന്നദാനമാണ് സംഭവം. ഞങ്ങൾ വരും വർഷങ്ങളിലും ജാതി മതഭേദമന്യേ ഞങ്ങൾ ഇത് തുടരുക തന്നെ ചെയ്യും. അപ്പം പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഓക്കെ, സന്തോഷം. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇനിയും ഇത് അങ്ങ് ലോകാവസാനം വരെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.